അനിൽകുമാർ, താങ്കൾ പറയേണ്ട ഒരു ഘട്ടമാണിത്. ഇത് സത്യത്തിൽ ED ഇത്തരം കേസുകളിലൊക്കെ ഇവിടെ പ്രവർത്തിച്ചത് ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചു വരുത്തുന്നുണ്ടെങ്കിൽ അത് സമയമനുസരിച്ച് മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും അത് മാധ്യമങ്ങളിൽ വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രചാരണ ശൈലിയാണ് ഇതുവരെ സ്വീകരിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇത്രകാലം മറച്ചു വെച്ചത് എന്തുകൊണ്ട്? ഇപ്പോൾ അവർ പറയാതെ അറിയില്ല, അവർക്ക് മാത്രം ആക്സസ് ഉള്ള ഒരു ഭാഗത്താണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ തരത്തിൽ ഉണ്ടായതാണോ, അതോ ഇദ്ദേഹം പറയുന്നത് പോലെ ഇനി ED പറയേണ്ടതും അല്ലെങ്കിൽ എന്നാൽ താൻ കേസ് കൊട് എന്ന ഒരു സിനിമയുടെ ശീർഷകം പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ED പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതിയിലേക്ക് പോകണം മനോരമയ്ക്കെതിരെ. ആ വാദത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു അനിൽകുമാർ? ഒന്ന്, ഇത്തരം വാറോലകളുമായിട്ട് ആരെങ്കിലും എഴുതിയ ഉടനെ കോടതിയിൽ പോകാൻ സൗകര്യപ്പെടുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എല്ലാ ദിവസവും എഴുതുന്ന നുണയ്ക്കെതിരെ കോടതിയുടെ വരാന്ത പോയി നിൽക്കാനാണോ? വേറെ പണിയൊന്നുമില്ലേ? അതുകൊണ്ട് തുറന്ന് എതിർക്കാൻ തന്നെയാണ് ഭാവം. തുറന്ന് എഴുതുകയാണ്, തുറന്ന് കാട്ടുകയാണ്. നാട്ടുകാർ ഇവരെയൊക്കെ മനസ്സിലാക്കട്ടെ. അത് ഏത് മാധ്യമങ്ങളും ആ മാധ്യമങ്ങളെ തുറന്ന് എതിർക്കുക തന്നെയാണ്. നാട്ടിലെ ജനങ്ങളോട് സംസാരിക്കുകയാണ്. കോടതിയിലൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവരിതേ ചെയ്യുള്ളൂ. ഈ മാധ്യമങ്ങൾക്ക് ഒരു നാണവുമില്ല, ഒരു തരത്തിലും സ്വീകാര്യമല്ല. ഇപ്പം ഇവിടെ തന്നെ കേരളത്തിൽ ബ്രേക്ക് ചെയ്തത് പോറ്റിയാണല്ലോ. നിങ്ങൾ ശബരിമലയുടെ കാര്യം പറയുമ്പോൾ ബ്രേക്ക് ചെയ്ത് പോറ്റിയെ കൊണ്ടാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനൽ അതുടനെ ഏറ്റെടുത്തു സതീശൻ. പിന്നെ ബ്രേക്ക് ചെയ്ത് മറ്റേ സ്മാർട്ട് ക്രിയേഷൻസിനെ കൊണ്ടാണ് ഏഷ്യാനെറ്റ്. അതുടനെ സതീശൻ ഏറ്റെടുത്തു. ഇതെല്ലാം കൂട്ടുകച്ചവടമല്ലേ? പിന്നെ ഞങ്ങൾ കേസുമായിട്ട് നടക്കണോ? സൗകര്യപ്പെടില്ല. രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ, കമ്മ്യൂണിസ്റ്റുകാരാകുമ്പോൾ 70 രൂപയ്ക്ക് പഴികെട്ട ഓമനക്കുട്ടം മുതൽ ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഇതെല്ലാം കേട്ട് വളർന്നവരാ. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിതൊക്കെ താങ്ങും, നിങ്ങളും താങ്ങൂല. ഞങ്ങൾ താങ്ങും, നിങ്ങൾ താങ്ങൂല. അതാണ് ഞങ്ങളുടെ സമീപനം. ഞങ്ങളുടെ കരുത്തെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതാണ്. ജീവിതത്തിൽ പാലിച്ചിട്ടുള്ള വിശുദ്ധി. ഒരു തെറ്റിനും കൂട്ടു നിൽക്കത്തില്ല. തെറ്റുകൾ ചെയ്താൽ പാർട്ടിയിൽ ഏറ്റു പറയും, ജനങ്ങളുടെ മുമ്പാകെ ഏറ്റു പറയും. പാർട്ടി അത് ജനങ്ങളുടെ മുമ്പാകെ ഏറ്റു പറയിക്കും. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. എന്തൊരു പച്ച ഗതികേടാണ് മനോരമയ്ക്കാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും BJPക്കാണെങ്കിലും. 98-ൽ ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയൻ മന്ത്രിസ്ഥാനം മാറിയെന്നാണ് എൻ്റെ ധാരണ. 2 കൊല്ലം ഇലക്ട്രിസിറ്റി മന്ത്രിയായിട്ടിരുന്നുള്ളൂ, 2.5 കൊല്ലം. 98-ൽ ആ മന്ത്രിസ്ഥാനം മാറുമ്പോൾ ഈ പറയുന്ന പയ്യൻ എവിടെയാണ്? 10ാം ക്ലാസ്സിലാണോ പ്ലസ് 2-ലാണോ പഠിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച് നോക്കിയേ, മുഖ്യമന്ത്രിയുടെ മകൻ. അപ്പം ലാവലിംഗ് കമ്പനി ഏത് കമ്പനി മന്ത്രിയായിരുന്ന 96-98 കാലത്ത് ബർമിംഗ്ഹാമിൽ പഠിക്കാനുള്ള പൈസ ലാവലിംഗ് കമ്പനി അടിച്ചു കൊടുത്തു എന്നൊരു വിഡ്ഢിപ്പത്രം അല്ലെ ഒരു വിഡ്ഢി ചാനൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഇതിന് കേസുമായിട്ട് പോകാൻ തലയ്ക്ക് വെള്ളുകൊള്ളുവരാരെങ്കിലും തയ്യാറാകുമോ? വേണു ആദ്യം മനസ്സിലാക്കണം എന്നാ ഈ പറഞ്ഞിരിക്കുന്നതെന്ന്. ലാവലിംഗ് കമ്പനി ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ ഏത് കൊല്ലത്തെ 2005-ലോ 2006-ലോ അല്ലെ കുറച്ചുകൂടെ കഴിഞ്ഞോ പയ്യൻ പഠിച്ച കാലത്തെ ഫീസ് അടച്ചു എന്നുള്ള കള്ളം. ഈ കള്ളം പുതിയ കള്ളം അല്ല കേട്ടോ. ക്രൈം നന്ദകുമാർ എന്ന് പറഞ്ഞ വീരൻ ഇത് EDക്ക് കൊടുത്തൊരു പരാതിയാണ്. അതാദ്യം മനസ്സിലാക്കണം. പരാതി കിട്ടിയ പാടെ അവിടെ കുറേ മണ്ടന്മാരിപ്പുണ്ടല്ലോ, എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ താങ്ങിയേക്കാം എന്ന് എഴുതി ഉണ്ടാക്കി കാണും. പക്ഷേ അയക്കാൻ ധൈര്യം ഉണ്ടായില്ല. അതിന് കാരണം എന്താണ്? അപ്പം അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കാണും. അത് CBI അന്വേഷിച്ച കേസാണ്. അത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഈ ആൻ്റണിയൊക്കെ അവിടെ മന്ത്രിയായിരുന്ന കാലത്ത് CBI അന്വേഷിച്ച കേസാണ്. കോൺഗ്രസ്സുകാർ തട്ടിട്ട് തുള്ളിയിട്ട് പിണറായി വിജയനെ തൊടാൻ പറ്റിയിട്ടില്ല. അവിടെ കോൺഗ്രസ്സുകാർ കടിച്ചിട്ട് പല്ലു പോയ കേസാണ് ലാവലിൻ. ഇത് നമ്മൾ പിടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കൊടുത്ത് കാണും ഇവരുള്ളവർ. അപ്പോൾ അറ്റത്ത് ഏതെങ്കിലും ചവിറ്റുകൊട്ട വല്ലതും കണ്ടേക്കും. ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഉണ്ടെങ്കിൽ അതിൻ്റെ അറ്റത്ത് ആരാ കൈപ്പടയിൽ എഴുതിയത്? സേനാപതി വേണു മജിസ്ട്രേറ്റ് കോടതിയാണോ ED? മജിസ്ട്രേറ്റ് കോടതി കൈകൊണ്ട് എഴുതുന്നവരാണോ ED? കൈകൊണ്ട് എഴുതിയവൻ പറയണം ആരുടെ കൈപ്പടയാന്ന്. ഇല്ല EDയുടെ ഉദ്യോഗസ്ഥൻ പറയട്ടെ കൈപ്പടയാന്ന്. ഞങ്ങൾ കേസുമായിട്ട് നടക്കണോ? നിങ്ങൾ കുറേ ആളുകൾ ഞങ്ങൾക്കെതിരെ തെമ്പാടിത്തരം പറയും, ഞങ്ങളെ എന്തു അവമാനിക്കാം, ആക്രമിക്കാം, എന്നിട്ടോ ഞങ്ങൾ കേസുമായിട്ട് പൊക്കോണം. സൗകര്യപ്പെടുകയില്ല. അതുകൊണ്ട് ഒരു കേസും ഇല്ല, പറഞ്ഞു തീർക്കുകയാണ്. പൊതുജന മധ്യത്തിൽ പറഞ്ഞു തീർക്കാൻ തീരുമാനിച്ചിരിക്കുക. കോൺഗ്രസും BJPയും എല്ലാം കൂടിച്ചേർന്ന് പിന്നെ സ്വർണ്ണക്കടത്ത് കേസിന് പോയിട്ടാണ് ഞങ്ങൾ ജയിച്ചത്.
ഖുറാൻ്റെ മറവിൽ സ്വർണം കടത്തി, പറഞ്ഞത് KM ഷാജി. ഖുറാൻ്റെ മറവിൽ സ്വർണം കടത്തി. ആ ഷാജി ഇന്ന് പറയുകയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ച്. തിരുട്ട് ഫാമിലി. തിരുട്ട് ഫാമിലി ആരുടെ ഫാമിലിയാണ്? സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, റോബർട്ട് വധേര വേണോ? ആ കൂടെ കുറേ പിള്ളേരൊക്കെ ഇല്ലേ? എത്ര കോടി അവരുടെ സ്വത്ത്? തിരുട്ട് ഫാമിലി. ഇത് പറയാത്തതിന് കാരണം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് നല്ല രാഷ്ട്രീയമുണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച്. അതിൽ ഈ നാഷണൽ ഹെറാൾഡ് വിഴുങ്ങിയ കാര്യമൊക്കെ ഞങ്ങൾക്ക് നല്ല വെളിവുണ്ട്. പക്ഷേ അത് ക്രിമിനൽ കേസ് ആക്കണമെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. ഗാന്ധി കുടുംബം കോൺഗ്രസിനെ വിഴുങ്ങി, പിന്നെ നാഷണൽ ഹെറാൾഡ് മാത്രം എന്തിനാണ് ബാക്കി വെക്കുന്നത്? കോൺഗ്രസിനെ മൊത്തം വിഴുങ്ങിയവർ നാഷണൽ ഹെറാൾഡിനെ മാറ്റി വെക്കണോ? പ്രിയങ്ക ഗാന്ധിയുടെ 2 പിള്ളേരെ കൊണ്ടുവന്ന് വയനാട്ടിൽ കൈ പൊക്കിക്കുന്നുണ്ട്. ഇനി ആ പിള്ളേരെ കൂടെ ചുമക്കണോ കേരളം? അപ്പം ഇത് കോൺഗ്രസിനെ മൊത്തം അവർ വിഴുങ്ങി, പിന്നെ നാഷണൽ ഹെറാൾഡ് മാത്രം വിഴുങ്ങാതിരിക്കുന്ന കാര്യം എന്താ? അത് രാഷ്ട്രീയം, അത് അവരുടെ പരിപാടി. ഞങ്ങളതിൽ പിടിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന ഞങ്ങളെ ആക്രമിച്ചാലോ? ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാത്ത CPM-നെ കുറിച്ചാണ് ഈ കള്ളെല്ലാം പ്രതിയുന്നത്. എന്നിട്ട് കരുവന്നൂരിൽ CPM-നെ പ്രതിയാക്കിയിരിക്കുന്നു BJP. ഉടനെ കോൺഗ്രസ്സുകാരൻ അനിൽ അക്കര ED-ക്ക് പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ നേതാവ്. എന്തെല്ലാം പറഞ്ഞു കിടക്കണത്? അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം തുറന്ന് ഏറ്റുമുട്ടലാണ്.